നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദിയോഗി രണ്ടാം ഭാഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് ആദിയോഗി പ്രതിമയുടെ മുന്നിലുള്ള വിശാലമായ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് കുറേ കാളകളേനെ ഒരു കൂട്ടിൽ നിർത്തിയിട്ടിരിക്കുന്നതാണ്. 50 രൂപ കൊടുത്താൽ നമുക്ക് ആ കാളകൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം കിട്ടും. ആ കാളകളെ ഊട്ടിയതിന് ശേഷം നമ്മൾ വിശാലമായ ഒരു ഗ്രൗണ്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. ആ ഗ്രൗണ്ടിൻ്റെ അറ്റത്താണ് ആദിയോഗി പ്രതിമ. ഇഷ ഫൗണ്ടേഷൻ്റെ ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നുകളുടെ ഭാഗമായിട്ടുള്ള വെള്ളാങ്കിരി കുന്നുകളുടെ അടിവാരത്തിലാണ്. സി ഷേപ്പിൽ വളഞ്ഞു കിടക്കുന്ന ഈ കുന്നുകളുടെ നടുക്കുള്ള വിശാലമായ സമതല പ്രദേശമാണ് ഈ ആശ്രമത്തിൻ്റെ സ്ഥലം. ഭഗവാൻ മഹാദേവന്റെ ആദിയോഗി ഭാവത്തിൽ നിന്നാണ് യോഗ ഉത്ഭവിച്ചത് എന്ന് പറയപ്പെടുന്നു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ മുഖശില്പമാണ് ഇഷ യോഗ സെന്ററിലെ ഈ ആദിയോഗി ശില്പം. ആദിയോഗി പ്രതിമയുടെ അടുത്ത് നിന്ന് 10 രൂപ കൊടുത്താൽ കാളവണ്ടിയിൽ നമുക്ക് ഇഷയുടെ ആശ്രമത്തിലേക്ക് പോകാം. ഉപാസനയും 10 രൂപ കൊടുത്ത് ഒരു കാളവണ്ടിയിൽ യാത്രയായി. കുറച്ചു ദൂരമേ യാത്ര ചെയ്യാനുള്ളൂവെങ്കിലും ഈ കാളവണ്ടി യാത്ര ഏറെ സന്തോഷം പകരുന്ന ഒരു യാത്ര തന്നെയാണ്. ഇഷ ഫൗണ്ടേഷന്റെ ആശ്രമത്തിലേക്കാണ് ഈ യാത്ര. അവിടെ ഒരു ദേവീക്ഷേത്രവും അതേപോലെ തന്നെ ധ്യാനലിംഗം എന്ന പേരിൽ വളരെ വലിയ ഒരു ശിവലിംഗ പ്രതിഷ്ഠയുമുണ്ട്. ചന്ദ്രകുണ്ട്, സൂര്യകുണ്ട് എന്നിങ്ങനെ 2 തീർത്ഥജല സ്നാന ഘട്ടങ്ങളും അവിടെയുണ്ട്. കുടമണി കെട്ടിയ ഒറ്റ കാളകളാണ് ഈ കാളവണ്ടി വലിക്കുന്നത്. കാളവണ്ടിയുടെ 2 വശങ്ങളിലേക്കും 5 ആളുകൾ വീതം ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ആദിയോഗി പ്രതിമയുടെ പിൻഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. 25 മീറ്റർ വീതിയും 34 മീറ്റർ ഉയരവുമുണ്ട് ഈ ആദിയോഗി പ്രതിമയ്ക്ക്. 2017 ഫെബ്രുവരി 24-ാം തീയതി മഹാശിവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് ഭാരതത്തിന്റെ ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ മോദിജി ആദിയോഗി പ്രതിമ ഉദ്ഘാടനം ചെയ്തത്. എല്ലാ ദിവസവും രാത്രി 7:30 ആദിയോഗി പ്രതിമയിൽ ഒരു 3D ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുന്നുണ്ട്. ആദിയോഗി ദിവ്യ ദർശനം എന്നാണ് ഇതിന്റെ പേര്. 2019 ശിവരാത്രി ദിവസം ഭാരതത്തിന്റെ പ്രസിഡന്റായിരുന്ന രാംനാഥ് കോവിന്ദാണ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത്. 2 വശവും മരങ്ങൾ നിറഞ്ഞ് നടുവിലെ കല്ലുകൾ പാകിയ വഴിയിലൂടെ ഒറ്റക്കാള നമ്മളെയും വലിച്ച് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാളവണ്ടി നമ്മുടെ വണ്ടിയുടെ പിന്നിൽ വരുന്ന കാളവണ്ടിയാണ്. കുടമണിയുടെ ആട്ടത്തിനനുസരിച്ച് തലയിട്ട് കുണുക്കി ഇങ്ങനെ നടന്നു വരുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്. ആദിയോഗി പ്രതിമയുടെ അവിടെ നിന്ന് ആശ്രമത്തിലേക്ക് 15 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. എങ്കിലും ഈ കാളവണ്ടി യാത്ര ഏറെ സുഖം പകരുന്ന ഹൃദ്യമായ ഒരു അനുഭവമാണ്. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ റോഡിൻ്റെ വശങ്ങളിൽ നിറയെ ചെറിയ ചെറിയ ഭക്ഷണ കടകളുണ്ട്. ബജ്ജികളും അതേപോലെ ഐസ്ക്രീം എന്നിങ്ങനെയുള്ള വിവിധ തരം ഭക്ഷണങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. ആശ്രമത്തിലും ക്ഷേത്ര പരിസരങ്ങളിലും മൊബൈൽ ഫോൺ ഉപയോഗം നിയന്ത്രിച്ചിട്ടുള്ളതിനാൽ അവിടുത്തെ രംഗങ്ങളൊന്നും ക്യാമറയിൽ പകർത്താൻ ഉപാസനയ്ക്ക് സാധിച്ചില്ല. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീണ്ടും മറ്റൊരു കാളവണ്ടിയിൽ തിരിച്ച് ആദിയോഗി പ്രതിമയുടെ അടുത്തേക്ക്. അപ്പോഴേക്കും സമയം 7:30 ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് സമയമായി നല്ല മഴയായിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ 3D ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ ആദിയോഗിയെ നീല വെളിച്ചത്തിൽ കണ്ട് സംതൃപ്തി അടയേണ്ടി വന്നു. നീലകണ്ഠനെ നീല വെളിച്ചത്തിൽ കണ്ടുകൊണ്ട് മനസ്സിൽ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ട് കുറച്ചേറെ സമയം അവിടെ ചിലവഴിച്ചു. കൽമണ്ഡപത്തിലെ നിശബ്ദതയിൽ യോഗാസനങ്ങളിൽ വിരാജിക്കുന്നവർ, ധ്യാനലിംഗത്തിനു മുന്നിലെ നാദബ്രഹ്മോപാസന, രുദ്രഭൂമിയിലെ രുദ്രാക്ഷപ്രസാദം, ജ്ഞാനാഗ്നിയിൽ അജ്ഞാനത്തെ ഹോമിക്കുന്ന ജ്ഞാനയജ്ഞങ്ങൾ, ചന്ദ്രകുണ്ടിലും സൂര്യകുണ്ടിലും മുങ്ങി നിവർന്ന പുണ്യ നിമിഷങ്ങൾ. അതെ, അത് നീ തന്നെ. തത് ത്വം അസി. ശംഭോ ശങ്കര ഗൗരീപദേ. രാത്രി വൈകുന്നതിനനുസരിച്ച് കാറ്റും മഴയും ശക്തി കൂടി. ഇനി തിരിച്ച്
ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതിനാൽ ഉപാസന അവിടെ നിന്നും യാത്ര തിരിച്ചു. ആദിയോഗിയുടെ മണ്ണിൽ നിന്നും തിരിച്ച് വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക്. പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.